പത്തനംതിട്ട ഏറത്ത് സർവീസ് സഹകരണ ബാങ്കിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ചോദ്യം ചെയ്ത ഐ ഗ്രൂപ്പുകാരനായ പ്രസിഡന്റിനെ ഐ ഗ്രൂപ്പ് അംഗങ്ങൾ അവിശ്വാസത്തിലൂടെ പുറത്താക്കി. LDF സഹകരണത്തോടെ ഒരു KPCC സെക്രട്ടറിയാണ് തന്നെ പുറത്താക്കാൻ മുന്നിട്ടിറങ്ങിയതെന്ന് പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ആരോപിച്ചു. KPCC പ്രസിഡന്റ് സർക്കുലർ ലംഘിച്ചാണ് അവിശ്വാസം പാസായത്. കോൺഗ്രസിലെ ഐ വിഭാഗവും LDFും ചേർന്ന് ഭരണം നടത്തുന്ന ബാങ്കാണ് പത്തനംതിട്ട ഏറത്ത് സർവീസ് സഹകരണ ബാങ്ക്. മുൻ ഭരണസമിതിയുടെ കാലത്ത് തന്നെ നിരവധി ക്രമക്കേടുകളാണ് ബാങ്കിനെതിരെ ഉയർന്നിരുന്നത്. ഇതിനിടെയാണ് ബാങ്കിൽ 5 ഒഴിവുകളിൽ നിയമനം നടത്തേണ്ട സാഹചര്യമുണ്ടായത്. എന്നാൽ ഈ ഒഴിവുകളിൽ പണപ്പിരിവ് നടത്തിയും സ്വന്തക്കാരെ നിയമിക്കാനുമായിരുന്നു ഒരു വിഭാഗത്തിന്റെ തീരുമാനം. ഈ തീരുമാനത്തിന് KPCC സെക്രട്ടറിയായ പഴകുളം മധുവിന്റെ പിന്തുണയും ഉണ്ടായിരുന്നതായി പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ആരോപിച്ചു. ഇതിനകത്ത് കുറെ ഗൂഢ ലക്ഷ്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അതിനകത്ത് ഈ പറയുന്ന KPCC സെക്രട്ടറിക്കും ശ്രീ പഴകുളം മധു സാറിനും ഈ പറയുന്ന മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ ഗീതാ ചന്ദ്രന്, ശ്രീ അടൂർ മോഹൻദാസ് എന്നിവർക്ക് ഇതിൽ പങ്കുണ്ട്. ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പരാതിയും കൊടുത്തിട്ടുണ്ട്. അർഹരായവരെ ടെസ്റ്റും ഇന്റർവ്യൂ നടത്തി നിയമിക്കണമെന്ന് പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെയാണ് പ്രസിഡന്റിനെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ കോൺഗ്രസുകാർ തന്നെ തീരുമാനിച്ചത്. എന്നാൽ അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്യരുതെന്ന് KPCC പ്രസിഡന്റ് അടക്കം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അവിശ്വാസം പാസായി. മഹിളാ കോൺഗ്രസ് നേതാവ് ജയ സത്യൻ, കോൺഗ്രസ് നേതാക്കളായ മുരളി മോഹൻ, റെജി എന്നിവരാണ് അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്തത്. ഇവരുടെ ബന്ധുക്കളെയായിരുന്നു ബാങ്കിൽ നിയമിക്കാൻ തീരുമാനിച്ചിരുന്നത്. പണം വാങ്ങിയുള്ള നിയമനത്തിന് കൂട്ടുനിൽക്കുകയും മണൽ മാഫിയകളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന KPCC സെക്രട്ടറിക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് KPCC പ്രസിഡന്റിന് പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ. റിപ്പോർട്ടർ, പത്തനംതിട്ട.